1295 റേഞ്ചിൽ റൈസ് കോട്ട ഫാബ്രിക്കിലെ എംബ്രോയ്ഡറി വരുന്ന സൽവാർ സെറ്റാണ് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ബേസ് ഷെയ്ഡ് നമുക്ക് ഓഫ് വൈറ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് പാറ്റേൺ വന്നേക്കുന്നത്. ഓഫ് വൈറ്റിൽ ഓരോ കളറിലായിട്ടായിരിക്കും വരുന്നത്. ഇത് ഓഫ് വൈറ്റും യെല്ലോയും ഗ്രേയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഗ്രേയുടെ കൂടെ തന്നെ ഓഫ് വൈറ്റും ഗ്രേയും ഗ്രീനും കൂടെ വരും. അതുപോലെ പീച്ച് കളർ വരുന്നുണ്ട്. പിന്നെ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ടോൺ ആണ്. അങ്ങനെ 4 കളേഴ്സിലാണ് വരുന്നത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് ഓഫ് വൈറ്റ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലുള്ള ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഇതിലൊരു ഗ്രേ കളർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ യെല്ലോ ലൈറ്റ് ആൻഡ് ഡാർക്ക് യെല്ലോ ടോണിലേക്കാണ് വന്നേക്കുന്നത് ഫ്ലവർ ഡിസൈൻ. ദാമൻ ഏരിയയിൽ ആ ഒരു എംബ്രോയ്ഡറി വരുന്നുണ്ട്. സറ്റിൻ സിൽക്കിൻ്റെ ബോട്ടം യെല്ലോ ഷെയ്ഡിൽ. ദുപ്പട്ട വരുമ്പോൾ സെയിം റൈസ് കോട്ട ഫാബ്രിക്കിൽ തന്നെ വന്നിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ സ്കാലപ്പ് പാറ്റേണും അതുപോലെ തന്നെ കുഞ്ഞ ഫ്ലവർ എംബ്രോയ്ഡറി ആണ് ഉള്ളിലൊക്കെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഇതാണ് നല്ല ഒരു ഗ്രീനിൻ്റെ തന്നെ 2 ടോണായിട്ടാണ് ഇത് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് കോട്ട ഫാബ്രിക്കിൽ തന്നെ ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള സറ്റിൻ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഓഫ് വൈറ്റ് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിലാണ് ഈ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് കളർ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്.